എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മെരിസ്റ്റം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. മെരിസ്റ്റം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് മെരിസ്റ്റം ബേസ്ഡ് ഓൺ ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. അതായത് മെരിസ്റ്റത്തിൻ്റെ ഒറിജിനും ഡെവലപ്മെൻറ്റിനും അനുസരിച്ച് മെരിസ്റ്റത്തെ മൂന്നായി തരംതിരിക്കാം. പ്രോ മെരിസ്റ്റം, പ്രൈമറി മെരിസ്റ്റം, സെക്കൻഡറി മെരിസ്റ്റം എന്നിങ്ങനെ മൂന്നായിട്ടാണ് മെരിസ്റ്റത്തിനെ ഒറിജിന് ആൻഡ് ഡെവലപ്മെൻറ്റിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ പ്രോ മെരിസ്റ്റം. പ്രോ മെരിസ്റ്റം എംബ്രിയോണിക് മെരിസ്റ്റം ഓർ പ്രൈമോഡിയൽ മെരിസ്റ്റം എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഏറ്റവും ഏർലി സ്റ്റേജിൽ ആക്ട് ചെയ്യുന്നൊരു മെരിസ്റ്റമാണെന്ത് പ്രോ മെരിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഒരു എംബ്രിയോൻ്റെ ഇനിഷ്യൽ ഡെവലപ്മെൻറ്റ് ടൈമിലാണ് പ്രോ മെരിസ്റ്റം കാണുന്നത്. അതായത് ഗ്രോത്തിൻ്റെ ഏറ്റവും ഏർലി സ്റ്റേജിൽ ഉണ്ടാകുന്നതാണ് റാഡിക്കളും പ്യൂമിളും അല്ലേ. ഈ റാഡിക്കൽ എന്ന് പറയുന്നത് റൂട്ടായിട്ടും മാറും, പ്യൂമിൾ എന്ന് പറയുന്നത് ഷൂട്ടായിട്ടും മാറും. അതുകൊണ്ട് തന്നെ ഈ പ്രോ മെരിസ്റ്റം ഏറ്റവും എംബ്രിയോണിക് മെരിസ്റ്റം എന്നല്ല അറിയപ്പെടുന്നത്. അത് ഏറ്റവും എക്സ്ട്രീം ടിപ്പ്, റൂട്ടിൻ്റെയും ഷൂട്ടിൻ്റെയും എക്സ്ട്രീം ടിപ്പിലാണ് ഈ പ്രോ മെരിസ്റ്റം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് കാണാൻ കഴിയുന്നത്. അതുപോലെ മെരിസ്റ്റമാറ്റിക് സെൽസിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ. അത് വളരെ സ്മോളാണ്, തിന്നാണ്, ദെൻ സൈറ്റോപ്ലാസും പ്രൊമിനൻ്റ് ആയിട്ടുള്ള ന്യൂക്ലിയസും കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഈ പ്രോ മെരിസ്റ്റത്തിൻ കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പ്രൈമറി മെരിസ്റ്റം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ മെരിസ്റ്റമായിട്ട് പഠിച്ചത് പ്രൈമറി മെരിസ്റ്റം. അതായത് നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ. പ്രോ മെരിസ്റ്റം എന്ന് പറയുന്നത് എംബ്രിയോണിക് മെരിസ്റ്റം എന്നറിയപ്പെടുന്നുണ്ട്. അത് റൂട്ടിൻ്റെയും ഷൂട്ടിൻ്റെയും എക്സ്ട്രീം ടിപ്പിലാണ് കാണുന്നത്. ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത് പ്രോ മെരിസ്റ്റം എന്ന് പറയുന്നത്. ഈ പ്രോ മെരിസ്റ്റത്തിൻ്റെ ആക്ടിവിറ്റി കാരണമാണ് പ്രൈമറി മെരിസ്റ്റം ഉണ്ടാകുന്നത്. അടുത്തതാണ് പ്രൈമറി മെരിസ്റ്റം. പ്രോ മെരിസ്റ്റത്തിൽ നിന്നാണ് പ്രൈമറി മെരിസ്റ്റം ഉണ്ടാകുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇത് റൂട്ടിൻ്റെയും ഷൂട്ടിൻ്റെയും ഗ്രോയിങ് റീജിയനിൽ, അതായത് നമ്മൾ പ്രോ മെരിസ്റ്റം എക്സ്ട്രീം ടിപ്പിലാണ് കാണുന്നതെന്ന് പറഞ്ഞു അല്ലേ. ഇത് ബാക്കിയുള്ള ഗ്രോയിങ് റീജിയൻസിലെല്ലാം തന്നെ പ്രൈമറി മെരിസ്റ്റം കാണാം. ഇത് പ്രൈമറി പ്ലാൻ ബോഡി ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളൊരു സെല്ലിൻ്റെ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്ലാന്റ് അനാട്ടമി നമ്മൾ പഠിക്കുന്ന സമയത്ത് എപ്പിഡെർമിസ്, കോർട്ടെക്സ്, പിത്ത്, അതുപോലെ തന്നെ സൈലം, ഫ്ലോയം എന്നൊക്കെ നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ പഠിക്കില്ലേ. അപ്പോൾ ഈ പറഞ്ഞ പ്രൈമറി സ്ട്രക്ചേഴ്സ് എല്ലാം, അതായത് ഒരു പ്ലാൻ ബോഡിയുടെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് എല്ലാം ഫോം ചെയ്യുന്നത് പ്രൈമറി മെരിസ്റ്റത്തിൽ നിന്നിട്ടാണ്. അതായത് ഒരു പ്രൈമറി പ്ലാൻ ബോഡി ഉണ്ടാക്കുന്നത് പ്രൈമറി മെരിസ്റ്റത്തിൻ്റെ ആക്ടിവിറ്റി കാരണമാണ്. ഇതിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം: പ്രോട്ടോഡോം, പ്രോകാമ്പിയം, ഗ്രൗണ്ട് മെരിസ്റ്റം. ഇതിൽ പ്രോട്ടോഡോം ഡെവലപ്പ് ചെയ്തിട്ടാണ്, അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, എപ്പിഡെർമിസ് ഫോം ചെയ്യുന്നത്. അറിയാലോ, നമ്മുടെ അനാട്ടമിയിലെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ആദ്യം കാണുന്ന ഒരു ഭാഗമാണ് എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എപ്പിഡെർമിസ് ഉണ്ടാകുന്ന എവിടെ നിന്നാണ്? പ്രോട്ടോഡോമിൽ നിന്നിട്ടാണ്. ഇതെല്ലാം പ്രൈമറി മെരിസ്റ്റത്തിൻ്റെ പാർട്ട് തന്നെയാണ്. അപ്പോൾ പ്രോട്ടോഡോം, എപ്പിഡെർമിസ് ഫോം ചെയ്യും. അടുത്തത് പ്രോകാമ്പിയം. അപ്പോൾ കാമ്പിയം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ സൈലും ഫ്ലോയുമാണ് ഇൻക്ലൂഡ് ആവുന്നത്. അപ്പോൾ ഈ പ്രോകാമ്പിയത്തിൽ നിന്നിട്ടാണ് പ്രൈമറി സൈലും പ്രൈമറി ഫ്ലോയും ഉണ്ടാകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രൈമറി സൈലും പ്രൈമറി ഫ്ലോയുമാണ് പ്രോകാമ്പിയത്തിൽ നിന്നുണ്ടാകുന്നത്. അടുത്ത ഭാഗമാണ് ഗ്രൗണ്ട് മെരിസ്റ്റം. അവിടെ നിന്നിട്ടാണ് കോർട്ടെക്സ്, പിത്ത്, മെഡുലറി റേസ് എന്നിവ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ പ്രോട്ടോഡോമിൽ നിന്ന് എപ്പിഡെർമിസ് ഉണ്ടായി. ഗ്രൗണ്ട് മെരിസ്റ്റം എന്ന് പറയുന്ന ഭാഗത്തു നിന്നിട്ടാണ് കോർട്ടെക്സ് ഉണ്ടാകുന്നത്, സെൻറ്ററിൽ കാണപ്പെടുന്ന പിത്തും പിന്നെ വാസ്കുലർ ബണ്ടിൽസിനിടയിൽ കാണാൻ പറ്റുന്ന മെഡുലറി റേസും ഉണ്ടാകുന്നത്. പ്രോകാമ്പിയത്തിൽ നിന്ന് പ്രൈമറി സൈലും പ്രൈമറി ഫ്ലോയും ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ പ്രൈമറി മെരിസ്റ്റം എന്ന് പറയുന്നത് പ്രോ മെരിസ്റ്റത്തിൽ നിന്ന് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. പ്രൈമറി പ്ലാൻ ബോഡീസ് ഉണ്ടാക്കുന്നുണ്ട്, അതായത് എപ്പിഡെർമിസ്, കോർട്ടെക്സ്, പിത്ത്, സൈലം, പ്രൈമറി ഫ്ലോയം തുടങ്ങിയ സാധനങ്ങൾ ഉണ്ടാകുന്നത് പ്രൈമറി മെരിസ്റ്റത്തിൽ നിന്നിട്ടാണ്. അതിൽ ഈ പ്രോട്ടോഡോം എപ്പിഡെർമിസ് ഉണ്ടാക്കും. പ്രോകാമ്പിയം, പ്രൈമറി സൈലം, പ്രൈമറി ഫ്ലോയം, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തതാണ് സെക്കൻഡറി മെരിസ്റ്റം. ഡൈക്കോട്സും അതുപോലെ തന്നെ ജിംനോസ്പേംസും പ്രൈമറി ഗ്രോത്ത് മാത്രമല്ല, അതിൽ സെക്കൻഡറി ഗ്രോത്ത് കൂടി കാണാൻ കഴിയും. അതായത് ഓൾമോസ്റ്റ് എല്ലാ ഡൈക്കോട്സും ജിംനോസ്പേംസും പ്രൈമറി പ്ലാൻ ബോഡി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നുകൂടി എന്ത് ചെയ്യും, അവരുടെ സ്റ്റെമ്മിൻ്റെയും റൂട്ടിൻ്റെയും തിക്നെസ് അല്ലെങ്കിൽ ഡയാമീറ്റർ കൂട്ടാൻ സെക്കൻഡറി മെരിസ്റ്റം ഉണ്ടാക്കും. മോണോകോട്ടിൽ സെക്കൻഡറി ഗ്രോത്ത് ആബ്സെൻ്റ് ആയിരിക്കും. ഇത് കാണുന്നത് ഡൈക്കോട്സിലും ജിംനോസ്പേംസിലുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സെക്കൻഡറി ഗ്രോത്ത് ഉണ്ടാകുന്നത് നോക്കാം.
പ്രൈമറി മെരിസ്റ്റത്തിൻ്റെ ആക്ടിവിറ്റി കാരണം ഒരു പ്രൈമറി പ്ലാൻ ബോഡി ഉണ്ടാവുമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. ഇത് അതിൻ്റെ ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്ത് പെർമനൻ്റ് ആയിട്ടുള്ള ടിഷ്യൂസ് ആയിട്ട് മാറും. അതായത് മെച്യൂർ ആയിട്ടുള്ള പെർമനൻറ്റ് ടിഷ്യൂസ് ആയിട്ട് നിൽക്കും. പക്ഷേ ഡൈക്കോട്സിലും ജിംനോസ്പെർമിലെയും കുറച്ച് ടിഷ്യൂസ് വീണ്ടും മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റീസ് കാണിക്കും. അതായത് ഇത്രയേ ഉള്ളൂ, പ്രൈമറി പ്ലാൻ ബോഡിയിൽ മെച്യൂർ ആയിട്ടുള്ള പെർമനൻറ്റ് ടിഷ്യൂസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഈ പെർമനൻറ്റ് ടിഷ്യൂസിന് പിന്നീട് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ഇല്ല, അതായത് ഡിവൈഡ് ചെയ്യാനുള്ള കഴിവൊന്നും ഇല്ല. അത് പെർമനൻറ്റ് ടിഷ്യൂസ് ആയി കഴിഞ്ഞു. പക്ഷേ സെക്കൻഡറി ഗ്രോത്തിനായിട്ട്, ഈ സെക്കൻഡറി മെരിസ്റ്റം ഉണ്ടാവാനായിട്ട് ഈ പെർമനൻ്റ് ആയിട്ടുള്ള ടിഷ്യൂസ് വീണ്ടും മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി റീഗെയിൻ ചെയ്യും. അത് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ഇതിന് പറയുന്നത്. അപ്പോൾ പെർമനൻ്റ് ആയിട്ടുള്ള ടിഷ്യൂസ് ഡിഫറൻസിയേഷൻ വഴി വീണ്ടും മെരിസ്റ്റമാറ്റിക് ആവുകയും അവിടെ സെൽ ഡിവിഷൻ കൂടിയിട്ട് സ്റ്റെമ്മിൻ്റെയും റൂട്ടിൻ്റെയും ഒക്കെ ഗ്രിത്ത് അല്ലെങ്കിൽ ഡയാമീറ്റർ ഇൻക്രീസ് ചെയ്യും. ഇതിന് എക്സാമ്പിളാണ് വാസ്കുലാർ കാമ്പിയവും കോർക്ക് കാമ്പിയവും. നമ്മൾ പ്രൈമറി മെരിസ്റ്റം പഠിച്ചപ്പോൾ അവിടെ പ്രോട്ടോഡം, പ്രോകാമ്പിയം, ഗ്രൗണ്ട് മെരിസ്റ്റം എന്നാണ് പറഞ്ഞത് അല്ലേ. പ്രോകാമ്പിയത്തിൽ നിന്ന് പ്രൈമറി സൈലും സെക്കൻഡറി സൈലുമാണ് ഉണ്ടായത്. ഇവിടുത്തെ എക്സാമ്പിൾ വാസ്കുലാർ കാമ്പിയും കോർക്ക് കാമ്പിയുമാണ്. അപ്പോൾ ഈ വാസ്കുലാർ കാമ്പിയത്തിൽ നിന്നിട്ട് സെക്കൻഡറി സൈലും സെക്കൻഡറി ഫ്ലോയുമാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കോർക്ക് കാമ്പിയം അല്ലെങ്കിൽ അതിനെ പറയുന്നത് ഫെല്ലോജൻ എന്നാണ്. അതിൽ നിന്ന് കോർക്കിനെ ഫെല്ലം എന്ന് പറയും. അതുപോലെ ഫെല്ലോഡേമും ഉണ്ടാകുന്നുണ്ട്. കോർക്ക് ഏറ്റവും പുറമേ കാണുന്ന ഭാഗമാണ്, അതായത് ഡൈക്കോട്ടിൽ ഏറ്റവും പുറമേ കാണുന്ന ഭാഗമാണ് ഈ കോർക്ക്. അപ്പോൾ സെക്കൻഡറി മെരിസ്റ്റം എന്താണെന്ന് മനസ്സിലായല്ലോ. മെരിസ്റ്റത്തിനെ അതിൻ്റെ ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റിനനുസരിച്ച് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രോ മെരിസ്റ്റം, പ്രൈമറി മെരിസ്റ്റം, സെക്കൻഡറി മെരിസ്റ്റം. അതിൽ പ്രോ മെരിസ്റ്റം പ്യൂമ്യൂളും റാഡിക്കിളും ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ ആക്ട് ചെയ്യുന്നതാണ്. അതായത് റൂട്ടിൻ്റെയും ഷൂട്ടിൻ്റെയും ഒക്കെ എക്സ്ട്രീം ടിപ്പിൽ കാണപ്പെടുന്നു. അതിൽ നിന്നാണ് പ്രൈമറി മെരിസ്റ്റം ഉണ്ടാകുന്നത്. പ്രൈമറി മെരിസ്റ്റം പ്രൈമറി പ്ലാൻ ബോഡി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. സെക്കൻഡറി മെരിസ്റ്റം ആണെങ്കിൽ സ്റ്റെമ്മിൻ്റെയും റൂട്ടിൻ്റെയൊക്കെ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.